അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഊട്ടിയിലേക്കൊന്ന് പോവുകയാണ്. വയനാട്ടിൽ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് രാവിലെ എണീച്ച് പോകാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഞങ്ങൾ 4:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഭയങ്കര കോടയായിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. റോഡിലുള്ള ആ വൈറ്റ് ലൈനും റിഫ്ലക്ടറും ഒക്കെ വെച്ചിട്ട് പതുക്കെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല. ശരിക്കും ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ കുറച്ച് നേരത്തെ ഊട്ടിയിലെത്തിയ അവിടെ ഇപ്പോൾ ആ സമയത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന തലൈക്കുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ കാഴ്ചയ്ക്ക് കാണാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഇറങ്ങാനും ലേറ്റായി. പിന്നെ ഇങ്ങനൊരു പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് യാത്ര കുറച്ച് സ്ലോ ആയിരുന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വണ്ടി കണ്ടു. ഊട്ടിയിലേക്കാണെന്ന് തോന്നുന്നു, മലയാളികളെ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഞങ്ങളിങ്ങനെ ആ ലൈറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പള്ളിപ്പെരുന്നാളിൻ്റെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് ഒരു പള്ളി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളാണ്, പക്ഷെ ഞങ്ങൾക്കിത് ഈ സമയമായതുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല. തിരിച്ചു വരുമ്പോൾ കാണാം. സത്യം പറഞ്ഞാൽ വെളിച്ചം വന്നപ്പോഴാട്ടോ ഞങ്ങൾക്ക് സമാധാനമായത്. ഇനി പേടിക്കാതെ പോവാലോ, മറ്റേത് കോട കൊണ്ട് ഒന്നും കാണാനും കഴിയുന്നില്ലായിരുന്നു. ഇപ്പം നിർത്തിയ സ്ഥലം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു പള്ളി കണ്ടപ്പോൾ ഷെഫി അവിടെ കയറി നിസ്കരിച്ചു. ഞാൻ കാറിൽ നിന്ന് നിസ്കരിച്ചു. ഞങ്ങളൊരു കട്ടനൊക്കെ കുടിച്ച് തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ മസിനഗുഡി വഴിയാണ് കേട്ടോ ഊട്ടിയിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ വഴിക്ക് പോകുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കട്ടെ. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറയാണ്. നമ്മളിപ്പോൾ ഈ മസിനഗുഡി വഴിയാണ് ഊട്ടിയിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് അതിരാവിലത്തെ കാഴ്ചകളൊന്നും ഊട്ടിയിൽ കാണാൻ കഴിയില്ല. കാരണം ഈ ചെക്ക് പോസ്റ്റ് 7 മണിക്കേ ഓപ്പൺ ആവുള്ളൂ. മറ്റേ റൂട്ടിന് പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തേക്കൊക്കെ എത്താൻ പറ്റും. ഇനി അതല്ല ഇതിലെ പോയിട്ട് ഈ കാഴ്ചയും കാണണം, അവിടെ കാരണം റിട്ടേൺ ഇല്ലല്ലോ ഇതിൽ. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം അവിടെ പോയി നിന്നിട്ട് നമ്മൾ രാവിലെ ആ ഒരു വൈബൊക്കെ കാണാൻ പറ്റും. എത്ര യാത്ര ചെയ്താലും മതിയാവാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റുകളിലെ യാത്ര. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളത് കുറേ കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതിലെ പോകുമ്പോൾ കുറേ മാനുകളെ അല്ലാതെ വേറെ ഒന്നിനെയും കാണാറില്ലായിരുന്നു. പക്ഷേ ഈ യാത്രയിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. എന്തോ കണ്ടിട്ട് പോകാമല്ലോ. ഇതാണ് മുതുമല. ഇവിടെ നമുക്ക് ആനയൂട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ സമയമുണ്ട്. രാവിലെ 9:30, പിന്നെ വൈകുന്നേരം 5:30. ഈ 2 സമയത്ത് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഇതാണ് മസിനഗുഡി വഴിയുള്ള യാത്രേൻ്റെ ഏറ്റവും ഭംഗി. ഇതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ വഴിയിലൂടെ പോവുകയും ചെയ്യണം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ആ റോഡിൻ്റെ അവസ്ഥയും അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തത് കാണുമ്പോഴാണ് നമ്മൾ ഇത് ഇത്രയും എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുക. ഇവിടെ നിന്നൊക്കെ എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നിയില്ല. എല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ തോന്നുന്നു. അത്രയ്ക്കും നമുക്ക് നേരിട്ട് കാണുമ്പോഴുള്ള ഭംഗിയൊന്നും ഇതിൽ കിട്ടില്ല കേട്ടോ. അങ്ങനെ പോയി ഞങ്ങളൊരു ചെറിയ ടോൾ അവിടെ എത്തി. അത് കഴിഞ്ഞ് ഇത് മസിനഗുഡി ടൗണാണ്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കി. പക്ഷേ അവിടുത്തെ വൃത്തിയും വെടുപ്പും കണ്ടപ്പോൾ കയറാൻ കഴിയില്ല. പിന്നെ ഞങ്ങൾ പോയി. അൽഹംദുലില്ലാ, ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഒരു 4 കൂട്ടം പായസവും കൂട്ടി സദ്യ കഴിച്ച ഫീലായിരുന്നു. ഇത് 36 ഹെയർ പിൻ ബെൻഡുള്ളൊരു കുത്തനെയുള്ള കയറ്റാണ്. ഇത് കയറിയിട്ട് നമ്മൾ ലാസ്റ്റ് എത്തുന്നത് ഊട്ടി ടൗണിലേക്ക് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും. ഇങ്ങോട്ടേക്ക് റിട്ടേൺ വണ്ടികൾ കുറവെന്നല്ല, വരാൻ പാടില്ല. പക്ഷെ അവിടെ നീലഗിരി വരെയുള്ള അവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രം ഇങ്ങോട്ടേക്ക് പ്രവേശനമുണ്ട്, തിരിച്ചിങ്ങോട്ട് വരുന്നത്.
ഫൈനലി ഞങ്ങളിങ്ങനെ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗൂഗിളിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇവിടെയാണ് ഭയങ്കര തണുപ്പുള്ളത്. തലൈക്കുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ ആ സൈഡിൽ റൈറ്റ് സൈഡിലാണ് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ മഞ്ഞ് പൊതിച്ച് കിടക്കുന്നത് കാണുന്നത്. അവിടെ ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ മഞ്ഞൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല, അതുമാത്രമല്ല അവിടെ ഇപ്പോൾ പോലീസ് നമ്മൾ അങ്ങോട്ടേക്ക് അകത്തേക്ക് വിടുന്നുമില്ല. ആ പാടത്തേക്കൊന്നും ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. മലയാളികൾ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇത് നടത്തുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് വാഷ്റൂമിലും പോയി ഞങ്ങൾ താഴെ ഇറങ്ങി. ഇവിടെ ചോക്ലേറ്റ് കണ്ടപ്പോൾ ഇവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. നല്ല വിലയാണ്, എന്നാലും വൈറ്റാണ് ബ്ലാക്കാണ് ഇഷ്ടം. ഞങ്ങൾ ആദ്യം ഊട്ടിയിലേക്കാണ് പോയത്. ഹൊറർ ഹൗസ് കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടാവും, എന്നാലും നമുക്ക് പേടിയാവും. ഇവള് നല്ല കരച്ചിലായിരുന്നു. ബാക്കി ആർക്കും ഒന്നും കണ്ടാലും ഇല്ലെങ്കിലും എല്ലാം വാങ്ങി കഴിക്കണം. അതിനാണല്ലോ നമ്മൾ ടൂറിന് പോകുന്നത്. അപ്പോൾ ഇവള് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മസാല കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. അവർക്ക് അതിനേക്കാൾ ഇഷ്ടമായത് ആ പ്ലേറ്റാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ടോയ് ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു. മേട്ടുപ്പാളയത്തേക്കൊക്കെ പോകുന്ന ടോയ് ട്രെയിനിൽ കയറണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിൽ കയറിയിട്ട് അങ്ങ് തീർക്കേണ്ടി വന്നു. മറ്റേ ബുക്കിംഗ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്, അതിൽ കുട്ടികളെ കളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന് കുറച്ചൊരു റീലൊക്കെ എടുത്ത് തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. പോകുന്ന വഴിക്കിതാ ഇങ്ങനൊരു സംഭവം കണ്ടു. കുറേ ആളുകൾ പാട്ട് പാടിയാണ് ഡാൻസ് ചെയ്യുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. അമ്പലത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും. കേൾക്കാൻ നല്ല രസമുണ്ടായി. ഷെഫി പറയാം, മടക്കുന്ന ചേച്ചീനെ കാണാൻ നല്ല രസമല്ലേ എന്ന്. എന്തൊക്കെയോ വേണമെന്ന് പറയുന്നുണ്ടൊന്നും ഞങ്ങൾ വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഊട്ടിയിൽ വന്നപ്പോൾ നമ്മളെ നാട്ടിലുള്ള ബംഗാളികളെ പോലെ മൊത്തം മലയാളികൾ. അങ്ങനെ ഞങ്ങൾ ഗാർഡൻ്റെ അകത്തേക്ക് എൻട്രി പാസ്സൊക്കെ വാങ്ങിയിട്ട് കിടക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെയുള്ള കുറേ ആൾക്കാരെ കണ്ട് ഞങ്ങൾ. ഞാനൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വിരിച്ച് ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ മൊത്തം വെള്ളം, ഐസ് ഉരുകിയതിൻ്റെ വെള്ളമായിരുന്നു അവിടെ. തണുത്തിട്ടാണെങ്കിൽ ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഇവരിങ്ങനെ കളിച്ചു. ഞങ്ങൾ വേറെ എങ്ങോട്ടും നടന്നു പോയതൊന്നുമില്ല. ഇവർ കളിക്കുന്നുണ്ടപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഹൈദരാബാദി ഫാമിലി ആയിരുന്നു. അതിലുള്ള 2 കുട്ടികളും കൂടി ഇവരെ കൂടെ ജോയിൻ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല റെസ്റ്റോറൻറ്റ് നോക്കി ഞങ്ങൾ കുറേ പോയി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് മലബാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് മലയാളികളെ കണ്ടത്. ഇതാണ് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള തലൈക്കുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇത് ജനുവരി 4 കാഴ്ചയാണ്. ഞങ്ങൾ 5:30 പൈൻ ഫോറസ്റ്റിലെത്തിയത്. 6 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണം. ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾ 2 ആളെയും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളിത് വേറൊരു മലയാളി ഒരു ചെക്കനോട് ചോദിച്ചപ്പോൾ ഓൻ്റെയിലേക്കും ഞങ്ങൾ ക്യാഷ് പോകുന്നില്ല. ആകെ ടെൻഷനായി. കയ്യിലാണെങ്കിൽ വേറെ ക്യാഷും ഇല്ല. പിന്നെ എന്തൊക്കെ ചെയ്ത് 5:40 ഞങ്ങളിത് ടിക്കറ്റ് റെഡിയായത്. ഊട്ടിയിൽ വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഇവർ ഞങ്ങൾക്ക് എന്തായാലും കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. അതേതായാലും അങ്ങ് നടത്തി കൊടുത്തു.
പിന്നെ വണ്ടി സൈഡാക്കി നമ്മൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അവിടുന്ന് തിരിച്ച് പോവുകയാണ്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ റൂമുകൾക്കൊക്കെ ഇപ്പോൾ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഡബിൾ ചാർജാണ്. അത് മാത്രമല്ല വയനാട്ടിൽ നമുക്ക് ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറെയും പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.